ആയിരുന്നില്ല എന്നാണ് കാണുന്നത്. അത് മാത്രം പരിശോധിക്കുന്നു കോടതി. അത് പരിശോധിച്ചിട്ട് ആ പ്രസ്താവം ശരിയല്ല എന്ന് തീരുമാനിക്കുകയും DGPയെ നിയമിക്കണമെന്ന് അതേ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കേസ് പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഒപ്പം അപരിഹാര്യമായി തുടരുന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ സ്വാശ്രയത്വമാണ്. അതൊരു പുതിയ സംഭവമായി തന്നെ വരും. നമുക്ക് ഇത് കൂടുതൽ വ്യവഹാരങ്ങളിലേക്ക് ഈ കേസ് നീളും. ഒന്ന്. മറ്റൊന്ന്, ഇനി DGP ആയി വരുന്ന സെൻകുമാർ അപമാനിക്കപ്പെടും എന്നതാണ് അതിന്റെ അപകടവും. മറ്റൊരു അപകടം. കാരണം ഇവിടെ ഒരു മന്ത്രി, നമുക്കൊരു മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു വകുപ്പും ഇല്ലാതിരിക്കേണ്ടി വന്നില്ലേ ഒരു ഘട്ടത്തിൽ? അത് തീരുമാനിക്കാൻ കോടതി കഴിയുമായിരുന്നു? ഇല്ലല്ലോ. അത് പാർട്ടി തീരുമാനമല്ലേ. ആ അർത്ഥത്തിൽ വകുപ്പുമില്ലാത്ത, ഒരു അധികാരവും പ്രയോഗത്തിലില്ലാത്ത ഒരു DGP ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോടതി കയറി നിരങ്ങി സമയം കാണില്ല പിന്നെ പ്രവർത്തിക്കാനും ഭരിക്കാനും സർവീസ് തികയ്ക്കാനും. ഈ രണ്ട് അപകടങ്ങളിലേക്ക് ഗൗരവതരമായി സംസ്ഥാന സർക്കാരിനെയും മറ്റേത് സംവിധാനത്തെയും തള്ളിവിടുന്ന ഒരു വിധിയായി ഇത് മാറും. അപായകരമാണ് ഇതിന്റെ ഭരണഘടനാപരമായ സൂചന. അതായത് ഭരണഘടനാപരമായ സാധ്യത നോക്കുമ്പോൾ, കാരണം ഇതൊരു ആദ്യ സംഭവം ആയിട്ട് താങ്കൾക്ക് ഇതിനെ കാണാം. കാരണം പല കാലഘട്ടങ്ങളിലായി പല രീതിയിൽ സർക്കാരുകൾ ഈ മാറുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ആ രീതിയിലൊക്കെ തന്നെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നയപരമായ ഒരു സ്റ്റേറ്റിന്റെ തീരുമാനങ്ങളിലേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സെൻകുമാർ ഈ ഒരു വ്യവഹാരവുമായി ഇങ്ങനെ കോടതിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അവസാന നിമിഷങ്ങൾ ഉന്നത നീതിപീഠത്തിലേക്ക് വരെ പോകുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു തിരുത്തൽ എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാകുന്ന വിധി എന്ന തരത്തിലേക്കാണോ കാണേണ്ടത്? അതല്ല, ഇതിലൊരു നിയമപ്രശ്നം അഗാധമായി കിടക്കുന്നു. ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിക്കുന്ന ആ അപകടകരമായ തലം, അതിന്റെ ആഴത്തിലേക്ക് ഇഴകീറി പരിശോധിച്ചാൽ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇത് നീതിന്യായ വ്യവസ്ഥയെ അപ്പാട് നമുക്ക് ഇതിനകത്ത് പരിഗണിക്കാനാവില്ല. കാരണം ക്യാറ്റും അതുമാതിരി ഹൈക്കോടതിയും ഈ കാര്യത്തില് സർക്കാരിനുള്ള അതിന്റേതായ ഒരു ഡിസ്ക്രിപ്ഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സെൻകുമാറിന് അദ്ദേഹത്തിന്റെ കേസ് തോൽക്കുന്നതായാണ് അനുഭവപ്പെട്ടത്. അതേ സംബന്ധിച്ച് എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതിന്റെ വിധി കണ്ടാലേ അറിയുള്ളൂ ഹൈക്കോടതിയുടെ നിലപാടിനെ എങ്ങനെയാണ് സുപ്രീം കോടതി ഖണ്ഡിക്കുന്നത് എന്ന്. അങ്ങനെ ഖണ്ഡിക്കുന്നതിന് കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഭരണപരമായ അധികാരം, അതീശാധികാരം സർക്കാരിനുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കും. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമോ അഭിമാനമോ ഒക്കെ കൈമോശം വരുന്നുവോ എന്നാണ് കോടതി പരിശോധിക്കുന്നത് എങ്കിൽ പുറ്റിങ്ങൽ കേസ് എങ്ങനെയാണ് സാധൂകരിക്കപ്പെടുക? അങ്ങേയറ്റം പോലീസ് നിഷ്ക്രിയം എന്ന് പറയാവുന്ന ഘട്ടത്തിൽ 110 ജീവനുകൾ ഹോമിക്കപ്പെട്ടത് ഒഴിവാക്കാമായിരുന്നു എന്ന യാഥാർത്ഥ്യം പോലും കാണാൻ കോടതി തയ്യാറാകുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് മാതിരി തന്നെ പ്രതീക്ഷല്ലേ? അതെ 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 സാർ. അതെ, മുഖ്യമന്ത്രി ഒരു സാഹചര്യത്തിൽ സൂചിപ്പിച്ചുവല്ലോ. ഇപ്പോൾ അദ്ദേഹം സെൻകുമാർ സഞ്ചരിക്കുന്നത്, തോളിൽ കൈയിട്ട് സഞ്ചരിക്കുന്നത് മറ്റ് ചില ആളുകളും കൂടി ചേർന്നാണ്. ആരാണ് ഈ മറ്റ് ചില ആളുകൾ എന്ന ഒരു മൗനം, മുഖ്യമന്ത്രിയുടെ മൗനത്തിന് അർത്ഥഗർഭമായ വാചാലത നൽകുന്നു പുതിയ വിധിന്യായം എന്ന്. അതായത് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഈ വിധി നൽകുന്നത് പുതിയ ഒരു തലത്തിലേക്കാണോ? കാരണം രണ്ട് വിഷയങ്ങൾ, അവിടെ പുറ്റിങ്ങൽ അപകടം, അതിന്റെ തീവ്രത, അവിടെ സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള ഇന്റലിജൻസിന് അടക്കമുള്ള പരാജയങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളിൽ വന്ന വീഴ്ചയുണ്ട്. ജിഷ കേസ് ഒരുപക്ഷെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സർക്കാരിനെ മുൻനിരയിൽ നിർത്തിയ ഒരു കേസ്, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, ഇതൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ യഥാവിധി ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സുപ്രീം കോടതി നിരത്താൻ കഴിയാതെ പോയതിൻ്റെതാണോ ഈ ഒരു പ്രശ്നമായി വരുന്നത്? അതോ ഇതൊരു പുതിയൊരു സാഹചര്യമാണെങ്കിൽ അത് നൽകുന്ന സൂചന ഒരു തിരുത്തൽ അല്ലെങ്കിൽ ഇത് അന്തിമമായിട്ടുള്ള സുപ്രീം കോടതിയിലുള്ള വിധിയാണ്, ഇനി പല വ്യവഹാരങ്ങളിലേക്കും ഇത് പോയേക്കാം എന്ന ഒരു സൂചന ഇതിന് പിന്നിലുണ്ടെങ്കിൽ? അല്ല, ഇതിനുള്ള വ്യവഹാര സാധ്യതകൾ കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഭരണഘടനാപരമായ ബെഞ്ചേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോയാലും പോയില്ലെങ്കിലും വിധി ഇവിടെ നടപ്പാക്കപ്പെടുകയും തന്നെ ചെയ്യുമല്ലോ. അത് വേറൊരു കാര്യം. എങ്കിൽ പോലും 110 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ സംഭവത്തെ സംബന്ധിച്ച് ഇപ്പോൾ അതെങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് നിലപാടാണ് എടുക്കാൻ കഴിയുക? അതിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ DGPക്ക് ഇല്ലായിരുന്നുവല്ലേ എന്നല്ലേ ഇതിനകത്ത് നിന്ന് എടുത്തതായി നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ വിധി ഇങ്ങനെ വരുമ്പോൾ ഒരു ഉത്തരവാദിത്വവും DGPക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു SIയിലോ CIയിലോ ചാർത്തി കൈകെട്ടിയിരിക്കാൻ കഴിയുമോ കോടതിക്ക്? അപ്പൊ അങ്ങനെ വരുമ്പം സത്യത്തിൽ
കൂടുതൽ അപായകരമായ അവസ്ഥാന്തരങ്ങളിലേക്ക് ഈ വിധി സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ എടുത്തെറിയും. എപ്പോഴും ദുരുപയോഗം ചെയ്യാൻ ഈ വിധി അതാണ് ശ്രീ സെൻകുമാർ അതായത് നമ്മൾക്ക് സ്പഷ്ടമായി ഡയറക്റ്റായി സംസാരിക്കുകയാണെങ്കിൽ സെൻകുമാർ ഇനി ഇതാ DGP സ്ഥാനത്തേക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിയമിതനാകുന്നു. അതേസമയം ഈ സർക്കാരും ഈ DGPയും ആ രണ്ട് ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും പ്രത്യേക സാഹചര്യത്തിലാണ് TP സെൻകുമാർ അവിടേക്ക് വരുന്നത്. ഞാൻ മടങ്ങിയെത്താം ശ്രീ ഭാസ്കരൻ ബാബു. ഇപ്പോൾ സെൻകുമാർ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് സെൻകുമാറിന്റെ പ്രതികരണം വരുന്നു. TP സെൻകുമാറിന്റെ പ്രതികരണമാണ് വരുന്നത്. പ്രകാശ് സിംഗ് കേസിന്റെ തുടർച്ചയായിട്ടുള്ളൊരു വിധി ഞാനിപ്പോ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. അതിലുള്ള മറ്റ് കാര്യങ്ങൾ, കാരണം മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ പോലീസിന്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി പ്രത്യേകമായിട്ട് അവർക്ക് എന്തുകൊണ്ട് നീതിയുക്തമായിട്ടും ഒരു ജനാധിപത്യത്തില് സ്വതന്ത്രമായിട്ടും അതായത് നിയമം നടപ്പാക്കുന്ന വിധത്തിലും റൂൾ ഓഫ് ലോ നടപ്പാക്കുന്ന വിധത്തിലും ഭരണഘടനാനുസൃതമായിട്ടും ജോലി ചെയ്യേണ്ടതിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു ജഡ്ജ്മെന്റ് പ്രകാശ് സിംഗ് കേസിൽ ഉണ്ടായത്. അപ്പൊ സാധാരണ പലപ്പോഴും എന്താണ് പറയുന്നത്, ഈ വിധികളൊക്കെ ഉണ്ടായാലും അത് എവിടെയും, ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും നടപ്പാക്കപ്പെടാറില്ല. കാരണം ആരും അതിന് അത്ര ബുദ്ധിമുട്ടി പോകാറില്ല. ഇപ്പൊ ഞാൻ തന്നെ പോയത് എനിക്ക് തന്നെ ഇത് സാധ്യമായത് ശ്രീ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ വഴി സെൻകുമാറിന്റെ വാക്കുകളാണ് കേട്ടത്. ഏത് അറ്റം വരെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് കോടതിയിൽ അന്തിമ വ്യവഹാരം വരെ പരമോന്നത നീതിപീഠം വരെ അദ്ദേഹം നിയമയുദ്ധം നടത്തി. അതിന്റെ വിജയം എന്ന തരത്തിലേക്കാണ് അദ്ദേഹം കാണുന്നത്. ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഇനിയിപ്പോൾ കോടതി വിധി അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പേപ്പർ വന്നാൽ സെൻകുമാർ ആ സ്ഥാനത്തേക്ക് സെൻകുമാറിനെ അവരോധിക്കേണ്ട സ്ഥിതി വരികയാണെങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എത്ര കാലാവധിയാണ്, എത്ര മാസം, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബാക്കിയുള്ള സമയം എത്രത്തോളം ഉണ്ട്? ഇനി മറ്റ് തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? പ്രജീഷ്, ഒരുപക്ഷെ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വിധി കൂടിയാണിത്. കേരളത്തിൻ്റേതു മാത്രമായ ഒരു വിധി എന്ന നിലയിൽ ചുരുക്കി കാണാനോ താഴ്ത്തിക്കെട്ടാനോ ഈ ഘട്ടത്തിൽ കഴിയില്ല. കാരണം ഇത് സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഇതിനോടകം ബാധകമാകും എന്ന പൊതു നിയമം നമുക്കറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ DGP ആയിരുന്ന, അല്ലെങ്കിൽ നേരത്തെ മുൻ ഗവൺമെൻറ് നിയമിച്ച DGPയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും ഈ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് അവിടുത്തെ DGPയെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും 2006 വളരെ പ്രമാദമായ പ്രകാശ് സിംഗ് കേസിലെ വിധി ഇതോടുകൂടി അസ്ഥിരപ്പെട്ടിരിക്കുന്നു. പകരം ഇനി എന്തായാലും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൻ്റെ ഈ വിധിയായിരിക്കും ഇനി ഇന്ത്യയിലെ ഏതൊരു സ്ഥാപന മേധാവിയെയും അല്ലെങ്കിൽ വകുപ്പ് മേധാവിയെയും മാറ്റുമ്പോൾ ഇനി മാനദണ്ഡമായി വരിക, IAS IPS ഉദ്യോഗസ്ഥർക്ക് പൊതുവായി മാനദണ്ഡമായി വരിക എന്ന കാര്യമാണ് അറിയേണ്ടത്. വിധി അല്പസമയങ്ങൾക്ക് മുമ്പാണ് വന്നതെങ്കിൽ പോലും ചില വിശദാംശങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട്. പ്രകാശ് സിംഗ് കേസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ കേരള പോലീസ് ആക്ടിലെ സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഡിസ്ക്രിപ്ഷൻ നൽകുന്ന വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നമ്മുടെ റിപ്പോർട്ടർ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജീഷ്, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്തത്. സംസ്ഥാന സർക്കാർ ആദ്യം മുതൽ തന്നെ പറഞ്ഞത്, ഒന്ന് പുറ്റിങ്ങൽ ജിഷ കേസുകൾ കൈകാര്യം ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറ്റിങ്ങൽ കേസാണ്. പുറ്റിങ്ങൽ കേസിൽ അവിടുത്തെ പ്രദേശത്തെ CAയ്ക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കും ആദ്യം ക്ഷേത്ര ഭാരവാഹികൾ റിക്വസ്റ്റ് കൊടുക്കുകയും അവിടെ വെടിക്കെട്ട് നടക്കട്ടെ എന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു. എന്നാൽ ജില്ലാ ഭരണകൂടം വെടിക്കെട്ട് നിരോധിച്ചിട്ടും അതിൻ്റെ ഉത്തരവ് ജില്ലാ പോലീസിന് കൈമാറിയിട്ട് പോലും അവർ ഇത്
വേണ്ട രൂപത്തിൽ പോലീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രമാണ് പുറ്റിങ്ങലിൽ ഒരു വലിയ അപകടം. സന്തോഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. സന്തോഷ്, 15 പേജുള്ള വിധിയുടെ അവസാന ഘട്ടത്തിലെ ഒരു ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായും കിട്ടിയത്. അന്തിമമായി പറഞ്ഞാൽ സെൻകുമാറിനെ തിരിച്ചെടുക്കുക, മറ്റ് കാര്യങ്ങൾ, കാരണം പ്രകാശ് സിംഗ് കേസിന് അനുബന്ധമായിട്ട് പോലീസ് വകുപ്പിലെ 97 ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചത്, വാദങ്ങൾ നിരത്തിയത്. ഇത്തരവ് പൂർണ്ണമായും വരുമ്പോൾ മറ്റ് പേജുകളിൽ സുപ്രീം കോടതി ഇതിന് ആധാരമായി പറയുന്നത് എന്താണ്? ഈ പ്രകാശ് സിംഗ് കേസിൽ സെൻകുമാർ വാദിച്ചത്, അന്ന് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി വിട്ടത് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ DGPയെ 2 വർഷത്തേക്കെങ്കിലും നിയമിക്കണം എന്നതാണ്. പക്ഷെ ആ വിധിന്യായത്തിന്റെ തന്നെ 38 ഖണ്ഡികയിൽ പറയുന്നത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം വരുന്നത് വരെ മാത്രമേ വിധിക്ക് സാധ്യതയുള്ളൂ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതായിരുന്നു സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ കേരള പോലീസ് ആക്ടിലെ 2011 വന്ന ഭേദഗതി, ആ ചട്ടം 97(2) പ്രകാരം പോലീസിന്റെ കാര്യക്ഷമത ജനങ്ങൾക്ക് മുമ്പിൽ കുറയുകയാണെന്ന് തോന്നിയാൽ DGPയെ മാറ്റാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്നതായിരുന്നു ആ ചട്ടം. എന്നാൽ സെൻകുമാർ ഈ പ്രകാശ് സിംഗ് കേസ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ ഈ 2011 പോലീസ് ആക്ടിലെ ഭേദഗതിയും ഭരണഘടനാ വിരുദ്ധം എന്നും വാദിക്കുകയും ചെയ്തു. ഈ 2 വാദങ്ങളും സുപ്രീം കോടതി പരിഗണനയ്ക്ക് എടുത്തു എന്ന് വേണം ഇപ്പോൾ പുറത്തു വന്ന ജഡ്ജ്മെന്റിലൂടെ എന്തായാലും അറിയാൻ. സുപ്രീം കോടതി ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ സെൻകുമാറിനെ ട്രീറ്റ് ചെയ്ത രീതി പോലും അൺഫെയർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കുന്നു. പകരം അദ്ദേഹത്തെ വീണ്ടും ആ പോസ്റ്റിലേക്ക് പുനർനിയമിക്കുക എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും സെൻകുമാറിന്റെ അഭിഭാഷകരും വിധിന്യായത്തിനെ കാത്തിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ എന്തായാലും ഉച്ചയോടുകൂടി മാത്രം വിധിന്യായം പുറത്തു വരൂ. കാരണം നിരവധി ചോദ്യങ്ങളുണ്ട്. നിലവിൽ ലോക്നാഥ് ബെഹ്റയെ DGP സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തായിരിക്കും ഇനിയൊരു സ്ഥാനം? മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഈ സുപ്രീം കോടതി ഇടപെട്ടെന്ന കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനാണ് വിധിന്യായത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അഭിഭാഷകർ അറിയിക്കുന്ന പ്രകാരമാണെങ്കിൽ 15 പേജോളമുണ്ട് വിധിന്യായം. സന്തോഷ, സ്ഥലം മാറ്റിയ നടപടി ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ അതായത് വിധികളുടെ ലംഘനമാണെന്നാണ് സെൻകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ചത്. ഇപ്പോൾ സെൻകുമാറിന്റെ പ്രതികരണം വരുന്നു, ശബ്ദ സംപ്രേഷണം ലഭിക്കുന്നു. അതിലേക്ക് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, മനസ്സിലായോ? അപ്പൊ അതിന് എന്ത് സംഭവിക്കുന്നു നോക്കട്ടെ. എനിക്ക് അതേപറ്റി അവരാധികമുണ്ട്. എനിക്ക് ഉള്ള സന്തോഷം എന്ന് വെച്ചാല് ഇതുമൂലം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും അടക്കം എല്ലാം അടക്കം ഇനി ഒരു ശ്രദ്ധയുണ്ടാകും. ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യുമ്പോഴും മാറ്റുമ്പോഴും. അല്ല, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നിയമപരമായിട്ടും ജോലി ചെയ്യുക. നിയമപരമല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു പ്രഷറിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അതായത് നമ്മൾ തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏതെങ്കിലും ഇപ്പോ ഞാൻ പറയട്ടെ, ജിഷ കേസിന്റെ കേസിന്റെ മേളിൽ ആർഗ്യുമെന്റ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊരു പ്രതിയാണെന്ന് അവരുടെ അമ്മ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ പേരുണ്ടായിരുന്നു. ഏകദേശം വളരെയധികം ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രഷറിന്റെ പുറത്ത് ആക്ച്വലി ചെയ്യേണ്ടത് പലരും പറയാത്ത കാര്യമാണ്. ഏതെങ്കിലും ഒരു പ്രതിയെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ പോരെ. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്. അത് DNA കണ്ടുപിടിച്ചാൽ DNA യോജിക്കുന്ന പ്രതി ഉണ്ടെങ്കിൽ പിടിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു പ്രഷർ ഉണ്ടായാലും മാധ്യമങ്ങളുടെ എന്തൊരു പ്രഷറായിരുന്നു അന്ന്. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും അന്ന് പത്രങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും അന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാതിരുന്നു. ഇപ്പോഴും ആ സബ്ഡ്യൂട്ടീസ് ആയതുകൊണ്ട് അതിൽ പറയുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് എത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവുമ്പോൾ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും 90% വരെ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും പിടിച്ച പ്രതിയാക്കാനല്ലോ ഞങ്ങൾ ചെയ്തു. അപ്പൊ വാസ്തവത്തിൽ അതല്ലേ കൂടുതൽ ഒരു നിരപരാധിയെ പ്രതി ആക്കാതിരിക്കുക എന്നുള്ളതല്ല അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്ത് പ്രശ്നം വന്നാലും കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ സാറ് DGP ആക്കാൻ നോക്കോ. സുപ്രീം കോടതിയുടെ ഉത്തരവ് എല്ലാവർക്കും കിട്ടട്ടെ. നോക്കാം, ഞാനിപ്പോ ഏകദേശം 1 വർഷത്തോളായാലും ഏകദേശം 12 മാസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാറിനെ അവിടെ പുനഃസ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ്. ആ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ട് സാർ അവിടെ നോക്കുന്ന സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമൊക്കെ സർക്കാർ ചെയ്യട്ടെ. അവർക്ക് ഉത്തരവ് കിട്ടട്ടെ കേട്ടോ. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന എനിക്ക് പ്രതീക്ഷയില്ല.
അത് കോടതി ഉത്തരവ് എന്തായാലും സർക്കാരിന് പാലിക്കാതിരിക്കാൻ കഴിയില്ല. ഇല്ല, അതിനൊന്നും കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് വരട്ടെ. ഏതായാലും ഇത് മറ്റുള്ളവർക്ക്, മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു മാതൃകയായിട്ട് വരും. പ്രകാശ് സിംഗ് കേസിന്റെ തുടർച്ചയായിട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യസന്ധമായിട്ടും റൂൾ ഓഫ് ലോ അനുസരിച്ചും പ്രവർത്തിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, താങ്ക് യു. സെൻകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം നിയമത്തിൻ്റെ വഴികൾ ആണ് ചൂണ്ടിക്കാട്ടിയത്. പുറ്റിങ്ങൽ കേസിലും ജിഷ കേസിലും എടുത്ത നിലപാടുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അത് ബോധ്യപ്പെടുത്താൻ സുപ്രീം കോടതിയിൽ കഴിഞ്ഞു. ഇനി തുടർ നടപടികളിലേക്കാണ് കടക്കേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. എസ് ജീവൻകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് സിംഗ് കേസിൽ പോലീസ് നിയമത്തിലെ അല്ലെങ്കിൽ 97 ഉയർത്തി ഹരീഷ് സാൽവെ അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ വാദങ്ങൾ നിരത്തുകയുണ്ടായി. പക്ഷേ ഇത് ഈ വിധി നൽകുന്ന കാരണം വിധിന്യായത്തിലെ പൂർണ്ണ വിശദാംശങ്ങൾ വരണം. അതിൻ്റെ ഈ വിധിക്ക് ആധാരമായ രീതിയിൽ സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരത്തുന്നു ഇതൊക്കെ വരണം. എങ്കിൽ കൂടി നമ്മൾ ഇപ്പോഴത്തെ ആത്യന്തികമായ സമ്പൂർണ്ണ മെറിറ്റ് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നൽകുന്ന സൂചനകൾ അല്ലെങ്കിൽ ഇത് നിയമവ്യവസ്ഥയിൽ പുതിയ ഒരു ഉദയം അല്ലെങ്കിൽ ഒരു കാൽവെപ്പിലേക്ക് ഇത് കടക്കുന്നു. പല സ്റ്റേറ്റുകൾക്കും അന്തിമ സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് കൂടി പല നിയമപ്രശ്നങ്ങളും പല സ്റ്റേറ്റുകളിലും പലരും ഇത് ഉന്നയിച്ചേക്കാം എന്ന തരത്തിലേക്കാണോ പോകുന്നത്? എന്താണ് ഈ വിധിയിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടത്, വായിച്ചെടുക്കേണ്ടത്? ജീവൻകുമാർ. പ്രജീഷ്, ഇത് ഒരുപക്ഷെ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു വലിയ വിധി തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പ്രജീഷ്, ഇതിൻ്റെ ചില ബാക്ക് ഫയലുകളിലേക്കും ചില ഹിസ്റ്ററിയിലേക്കും നമ്മൾ പോകേണ്ടതായി വരും. ഒന്ന്, ഇത് ആദ്യമായി ഉണ്ടാകുന്ന ഒരു സംഭവമേ അല്ല. 1991 അന്ന് കെ കരുണാകരൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആദ്യമെടുക്കുന്ന തീരുമാനം അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായ സുരേഷ് നാരായണനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി AV വെങ്കടാചലത്തെ അന്ന് കെ കരുണാകരൻ വെച്ചു. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം C സുബ്രഹ്മണ്യത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി. ഒടുവിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്ന ജയറാം പടിക്കൽ DGP ആകുന്നത് വരെ അവർ മാറി തുടരുകയും ചെയ്തു, മധുസൂദനും വരുന്നത് വരെ. പഴയ സർക്കാരുകളുടെ എല്ലാം കാലത്ത് പല ഘട്ടങ്ങളിലായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ച് നടപ്പിലാക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട അതിൻ്റെ മാർഗരേഖകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റുന്ന ഘട്ടത്തിൽ അത് വേണമെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനിക്കാമെങ്കിൽ പോലും ആദ്യം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഹോം, ആഭ്യന്തര സെക്രട്ടറി, അതോടൊപ്പം നിയമ സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റിയത്. മാറ്റുമ്പോൾ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. ഒന്ന്, പുറ്റിങ്ങൽ വെടിക്കെട്ടിനെ തുടർന്നുണ്ടായ സാഹചര്യം നമുക്കറിയാം. 100ഓളം പേർ മരിക്കാനിടയായ സാഹചര്യം പോലീസിൻ്റെ വീഴ്ച, പോലീസ് കൈകാര്യം ചെയ്ത ആ സംഭവം കൈകാര്യം ചെയ്ത വീഴ്ച ഒന്നുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. അവിടെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും വെടിക്കെട്ട് നടത്തുന്നതിന് ചാത്തന്നൂർ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന സന്തോഷ് മുൻകൈയെടുത്തു എന്ന് വളരെ കൃത്യമായി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ സെൻകുമാർ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. സെൻകുമാർ ആവർത്തിച്ച് ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് സെൻകുമാർ ആദ്യം മുതൽ ശ്രമിച്ചത്. 2, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഈ സംഭവ സ്ഥലം സന്ദർശിക്കാനായി എത്തിയപ്പോൾ വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായ സെൻകുമാർ പറഞ്ഞത്. പ്രധാനമന്ത്രി എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് എന്ന് പോലും ഒരു വേള ചോദിക്കാൻ ധാർഷ്ട്യം അല്ലെങ്കിൽ ധിക്കാരം കാണിച്ച ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ. അത്തരത്തിലുള്ള വലിയ ധിക്കാരങ്ങൾ കാണിച്ച വ്യക്തി. ജിഷ കേസിന്റെ നാൾ വഴിയിൽ എല്ലാം നമുക്കറിയാം. പല ഘട്ടങ്ങളിലായി വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മാധ്യമങ്ങളോടും തട്ടിക്കേറിക്കൊണ്ടാണ് പല ഘട്ടങ്ങളിലും സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതൊരു
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പുതിയതായി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. 2000-ൽ ഇവർക്ക് അനുകൂലമായി റിപ്പോർട്ട് അല്ലെങ്കിൽ ലാവ്ലിൻ കേസിൽ അനുകൂലമായി റിപ്പോർട്ട് എഴുതിയെന്ന ഒറ്റ കാരണത്താലാണ് അന്നത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന ഉപേന്ദ്ര വർമ്മയെ മാറ്റി 3 റാങ്ക് താഴെയുള്ള ഹോർമിസ് തരകനെ സംസ്ഥാന പോലീസ് മേധാവിയായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നിയമിക്കുന്നത്. ഇതിനു മുമ്പ് BS ശാസ്ത്രിയെ മാറ്റി AV ചന്ദ്രനെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് നാരായണനെ രാജഗോപാലൻ നാരായണനെ 1991-ൽ കെ കരുണാകരൻ അധികാരത്തിലെത്തി ആദ്യമെടുക്കുന്ന തീരുമാനം രാജഗോപാൽ നാരായണനെ മാറ്റി അന്നത്തെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന AV വെങ്കടാചലത്തെ DGP സ്ഥാനത്തേക്ക് അവരോധനാക്കുന്ന തീരുമാനമാണ്. അങ്ങനെ ജീവൻകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇത് ഉയർത്തിവിടാവുന്ന പുതിയ ദിശയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്, തുടർ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതൊക്കെ ഉള്ള വിശദാംശങ്ങളിലേക്ക് എത്താം. DGP സെൻകുമാറിന് പോലീസ് മേധാവി സ്ഥാനം തിരിച്ചു നൽകണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ജിഷ പുറ്റിങ്ങൽ കേസുകൾ പറഞ്ഞ് സെൻകുമാറിനെ മാറ്റിയത് ശരിയല്ലെന്നും കോടതി. DGP സ്ഥാനത്ത് നിന്നും സെൻകുമാറിനെ മാറ്റിയ സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. വിശദാംശങ്ങളുമായി ജീവൻകുമാർ ചേരുന്നു. സന്തോഷ് സർലിംഗ് അല്പസമയത്തിനകം കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകും. സുപ്രീം കോടതി ഇപ്പോൾ സെൻകുമാറിന്റെ ഹർജി ശരിവെച്ചുകൊണ്ട് ഉത്തരവ് 15 പേജുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് നേരത്തെ സന്തോഷ് സർലിംഗ് വ്യക്തമാക്കിയത്. കാരണം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിലെത്തിയ വാദഗതികൾ, ഹൈക്കോടതി വാദഗതികൾ അതൊക്കെ തന്നെ തള്ളുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് ഇക്കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടിയത് അവിടെ എടുത്ത ഒന്ന് പുറ്റിങ്ങൽ കേസുമായി ബന്ധപ്പെട്ടും ജിഷ കേസുമായിട്ടും ബന്ധപ്പെട്ടും സംസ്ഥാന പോലീസിനെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് DGPയുടെ സ്ഥാനത്ത് നിന്നുണ്ടായ ഇടപെടലുകൾ. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി പുതിയൊരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും? തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പ്രകാശ് സിംഗ് കേസ് പോലീസ് നിയമത്തിലെ 97-ാം വകുപ്പ് ഇതൊക്കെ ഉയർത്തിയായിരുന്നു നമ്മൾ വാദഗതികൾ അവിടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വാദഗതികൾ നിരത്തിയത്. പുതിയ സാഹചര്യത്തെ എങ്ങനെ കാണേണ്ടി വരും? സുപ്രീം കോടതിയുടെ വിധി രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന വിധിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഏറ്റവും നിർണായകമായ വിധി എന്ന് പ്രാഥമികമായി തന്നെ നമുക്കിത് വിലയിരുത്തേണ്ടതായി വരും. 2, പ്രകാശ് സിംഗിൻ്റെ കേസിന് ശേഷം 2011 കേരള പോലീസ് ആക്ട് നിലവിൽ വന്നു. പോലീസ് ആക്ട് നിലവിൽ വരാത്ത സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രകാശ് സിംഗിൻ്റെ കേസ് ബാധകമാവുക. എന്നാൽ പോലീസ് ആക്ടിൽ സന്തോഷ് സർലിംഗ് കൂടുതൽ കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകും. സന്തോഷ്, മറ്റ് പേജുകൾ വിധിന്യായത്തിലെ മറ്റ് വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജീഷ്, എന്തായാലും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ നയപരമായി മാറ്റിയ DGPയെ വീണ്ടും പുനർനിർമ്മിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് പോകണം. എന്തായാലും ഇതൊരു അഭിഭാഷകരും നിയമ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതി ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നയപരമായ വിഷയമായി പരിഗണിച്ചില്ല എന്നതാണ്. കാരണം സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദങ്ങൾ പോലും 2 കേസുകൾ അടിസ്ഥാനമാക്കിയായിരുന്നു, പുറ്റിങ്ങലും ജിഷ വധക്കേസും. അപ്പൊ ഈ 2 കേസിന്റെ മെറിറ്റിലേക്ക് മാത്രമാണ് സുപ്രീം കോടതി കടന്നത്. ഇതിനാകെ സെൻകുമാറിനെതിരെ ഉള്ള ഒരു റിപ്പോർട്ടായി ഉണ്ടായിരുന്നത് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാദമാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ വാദം നയപരമായ കാര്യമാണെന്നൊരു വാദം ഒരിക്കലും ഒരു ഘട്ടത്തിലും ഉയർന്നതുമില്ല. അതുകൊണ്ട് തന്നെ ഈ പുറ്റിങ്ങലും ജിഷ വധക്കേസുമാണ് സുപ്രീം കോടതി പൂർണ്ണമായും പരിഗണിച്ചത്. അത് പരിഗണിച്ചുകൊണ്ട് പിന്നെ സർവീസ് ചട്ടങ്ങൾ, സംസ്ഥാന കേരള പോലീസ് ആക്ടിന്റെ സർവീസ് ചട്ടങ്ങൾ, പിന്നെ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിന്റെ സുപ്രീം കോടതി ഉത്തരവ്, ഇത്രയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വിധിന്യായത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. പക്ഷേ കോടതി വാദങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും ഉയർത്തിയൊരു ചോദ്യം സംസ്ഥാന സർക്കാരിനും DGPയെ മാറ്റാമല്ലോ എന്ന് ചില ചോദ്യങ്ങൾക്ക് ഉയർത്തിയെങ്കിൽ പോലും പൂർണ്ണമായും സെൻകുമാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാസയുടെ വാദങ്ങൾക്ക് മേൽക്കൈ കിട്ടുക തന്നെ ചെയ്തു. അതാണ് ഇപ്പോൾ വിധിന്യായമായി സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയാവുന്ന തരത്തിൽ
പുറത്തു വന്നിരിക്കുന്നത്. സന്തോഷ്, അവിടെ സ്റ്റേറ്റിന്റെ ഈ സവിശേഷ അധികാരം അല്ലെങ്കിൽ നയപരമായിട്ടുള്ള അധികാരത്തെക്കുറിച്ച് അവിടെ ഉയർന്നു വന്നില്ലേ? അത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയതാണോ? ഈ സ്പെസിഫിക് രണ്ട് കേസുകൾ, ഒന്ന് പുറ്റിങ്ങലും ഒരു ജിഷ കേസ്, ആ കേസിലേക്ക് മാത്രം വിധി പോയതിൽ കാരണം സുപ്രീം കോടതി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ഇനി ഇതാണ് ഏത് നിയമനവുമായി ബന്ധപ്പെട്ടായാലും സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അല്ലെങ്കിൽ കേരള എന്ന തരത്തിലേക്ക് ആണ് കാര്യങ്ങൾ പോവുക. വിധി അതിലേക്ക് തന്നെ അടയാളപ്പെടുത്തപ്പെടും. മറ്റ് ഒരുപാട് കേസുകൾ പല സ്റ്റേറ്റുകളുടെ കാര്യത്തിലും സമാന സ്ഥിതിയിലുള്ള കേസുകൾ അവർക്കൊക്കെ ഉയർത്തിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാം, പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാം പല കേസുകളും. അങ്ങനെ വിശാല അർത്ഥത്തിലുള്ള ഒരു നിയമത്തിനുള്ള സാധ്യതകളാണ്, സങ്കീർണതയാണ് തുറന്നിടുന്നത്. അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതി എല്ലാ അർത്ഥത്തിലും പരിശോധിച്ച ശേഷം ആണോ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്? നിയമവിദഗ്ധർ, ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകരടക്കം ഇക്കാര്യത്തെ ഏത് തരത്തിലാണ് വിശകലനം ചെയ്യുന്നത്? പ്രജീഷ, ഇക്കാര്യത്തിൽ ഒരൊറ്റ സത്യവാങ്മൂലമാണ് സംസ്ഥാന സർക്കാരിൻ്റെതായി ഉള്ളത്. ആ സത്യവാങ്മൂലത്തിലെ വാദമാകട്ടെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും സംസ്ഥാന സർക്കാർ ഉയർത്തി. പിന്നീട് കേരള ഹൈക്കോടതിയിലും വാദം വന്നു. കഴിഞ്ഞ ജനുവരി 27 ആ വാദത്തിന് ശേഷം ഈ സെൻകുമാറിന്റെ ആവശ്യങ്ങൾ തള്ളുകയൊക്കെ ചെയ്തിരുന്നതാണ്. ആ സത്യവാങ്മൂലം തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ജിഷ വധക്കേസും പുറ്റിങ്ങൽ വെടിക്കെട്ടും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വന്നത്. പ്രതീക്ഷ നേരത്തെ ചോദിച്ചതുപോലെ ഈ എന്തുകൊണ്ട് നയപരമായ കാര്യങ്ങളിൽ വാദം വന്നില്ല വെച്ചാൽ അത്തരത്തിലുള്ള വിശദമായ വാദത്തിലേക്ക് സംസ്ഥാന സർക്കാരോ അഭിഭാഷകരോ പിന്നീട് സെൻകുമാറിന്റെ അഭിഭാഷകരോ കടന്നില്ല. പകരം സംസ്ഥാന സർക്കാർ അഫിഡവിറ്റായി ഉയർത്തിയ ഈ ജിഷ വധക്കേസ്, പുറ്റിങ്ങൽ അപകടം, ഇത് രണ്ടും വയ്ക്കാനുള്ള കാരണവുമുണ്ട്. കാരണം അന്നത്തെ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട്, നളിനിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് മതത്തിലായിരുന്നു. ആ രണ്ട് കാര്യങ്ങളിലും പോലീസിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ഞങ്ങളിൽ സംശയമുണ്ടായി, അത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നായിരുന്നു റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാറ്റിയത് എന്നതായിരുന്നു. അങ്ങനെ മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ചട്ടമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതായിരുന്നു കേരള പോലീസ് ആക്ടിൽ 2011 ഭേദഗതി. അത് പ്രകാരം 72 പ്രകാരമാകട്ടെ ഈ ജനങ്ങൾക്ക് മുന്നിൽ അവമതിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ DGPയെ മാറ്റാം എന്നതായിരുന്നു പോലീസ് ആക്ട്. അത് അങ്ങനെയായിരുന്നു വാദങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ ജിഷ കേസിലാകട്ടെ പിന്നീട് പുറ്റിങ്ങൽ അപകടത്തിലാകട്ടെ ഈ സെൻകുമാർ വാദിച്ചത് അതിനുശേഷവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോഴൊന്നും DGP മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നതായിരുന്നു. അതൊക്കെ സുപ്രീം കോടതി വിലക്കെടുത്തു. ശരി, സന്തോഷ് തർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് സന്തോഷ് തർലിംഗ് നൽകിയത്. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ഭാസുരേന്ദ്ര ബാബു നമ്മോടൊപ്പം ചേരും. ഈ സാഹചര്യത്തെ, വിധിയിലെ ഏതെങ്കിലും സവിശേഷ സാഹചര്യങ്ങളെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. നിയമപ്രശ്നങ്ങൾ മറ്റ് മുതിർന്ന അഭിഭാഷകർ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. TP സെൻകുമാറിനെ പോലീസ് മേധാവിയായി തിരിച്ചെടുക്കാൻ സുപ്രീം കോടതി ഉത്തരവ് വരുമ്പോൾ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് പോകുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ വിധിയെ, സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തിൽ നിന്നും വരുന്ന ഈ വിധിയെ കാണുന്നത്? അല്ല, അതിനകത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയ്ക്ക് തന്നെ പറയാം. നിലവിലുള്ള അല്ലെങ്കിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് അവരുടെ നയം നടപ്പാക്കുന്നതിന് പഴയ DGP തികയാതെ വന്നാൽ പലതരം നയപരമായ കാരണങ്ങളാൽ തന്നെ അവർക്ക് DGPയെ പോലെയുള്ള വളരെ പിവറ്റലായ ഒരു പോസ്റ്റിലിരിക്കുന്നയാളെ മാറ്റാൻ കഴിയുമോ എന്നതായിരുന്നുവല്ലോ പ്രശ്നം. അങ്ങനെ മാറ്റുമ്പോൾ അതിന് നീതീകരണം ഉണ്ടാകണം. ആ നീതീകരണം സുപ്രീം കോടതിയിൽ നിലനിൽക്കത്തക്കതല്ല എന്നാണ് സുപ്രീം കോടതി വിധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചത് മാതിരി പുറ്റിങ്ങൽ അപകടം പോലും അതിനെ ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തെ വെക്കണം എന്ന് പറയുന്ന ഒരു വിധിന്യായം വരുമ്പോൾ TP സെൻകുമാറിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട് ജൂൺ 30 വരെ. ജൂൺ 30 അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. 2 മാസത്തേക്ക് അദ്ദേഹം ഇരുന്നെന്ന് വരാം. അതോടെ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അപരിഹാര്യമായി തുടരുന്ന പലതരം സാങ്കേതിക പ്രശ്നങ്ങൾ, ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനക്ഷമതയുടെ പ്രശ്നങ്ങൾ ഒക്കെ അവശേഷിപ്പിക്കുന്നു ഈ വിധിന്യായം. ഞാൻ പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം നേരത്തെ ജീവൻ പറഞ്ഞതുമാതിരി മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധകമാകുന്നു, മുഴുവൻ ഇന്ത്യക്കും ബാധകമാകുന്നു, 28 സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാകുന്ന അവസ്ഥ വരുമ്പോൾ ഇപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് അവിടുത്തെ DGPയെ മാറ്റണമെന്ന് ആലോചിക്കുന്നു. അങ്ങനെ മാറ്റണമെന്ന ആഗ്രഹം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇനി മാറ്റാൻ കഴിയാതെ വരും. അതായത് ഒരു പുതിയ മന്ത്രിസഭയും മന്ത്രി സംവിധാനവും വരുമ്പോൾ അവരുടെ നയത്തിന് പൂരകമായ ഒരു പോലീസ് ഓഫീസർ, ആ ഓഫീസർ അതിന് യോഗ്യനല്ല
എന്ന് തെളിയിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത അവസ്ഥ വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ഭരണപരമായ പ്രതിസന്ധി അത് ഉളവാക്കുകയും ചെയ്യും എന്ന കാര്യം ഹൈക്കോടതി കാണുന്നത് മാതിരി ഭരണപരമായ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് സുപ്രീം കോടതി കണ്ടിരിക്കുന്നില്ല എന്ന പുതിയ അനോമലിയാണ് ഇതുമായി ബന്ധിപ്പിച്ച് വരുന്നത്. ഒന്ന്. മറ്റേത്, അദ്ദേഹം DGP ആയി വരുന്നുവെന്ന് കരുതുക. 2 മാസത്തേക്ക് DGP ആയി വരുന്ന സമയത്ത് പോലീസ് മന്ത്രിയുമായി അദ്ദേഹത്തിന് സ്വാഭാവികഗതിയിൽ ഉണ്ടാകേണ്ട ഒരു ബന്ധം, എന്താ പറയുക, സന്തുഷ്ടിജനകമായ ബന്ധം, ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് അത് ഉണ്ടാകില്ല എന്ന് തീർച്ച. അതായത് ഒരുപക്ഷെ പരിത്യക്തനായ DGP എന്ന ഒരു പര്യായം കൂടി അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ പോലെ വീഴും എന്നതിൽ കവിഞ്ഞ് ഈ 2 മാസം കൊണ്ട് അത്ഭുതമൊന്നും TP സെൻകുമാറിന് സംഭവിക്കാനും പോകുന്നില്ല. ആ അർത്ഥത്തിൽ അദ്ദേഹം അപമാനിതനാവുക കൂടി ചെയ്യും. ഒരുപക്ഷെ ഇതിനു ശേഷം അദ്ദേഹം രാജിവെച്ചേക്കുകയും ചെയ്യാം. എങ്ങനെയായാലും ഭരണരംഗത്ത് പുതിയ പ്രതിസന്ധി അഖിലേന്ത്യാ നിലവാരത്തിൽ ഉളവാക്കുന്നൊരു പ്രമേയത്തെ, ഒരു പ്രശ്നത്തെ സുപ്രീം കോടതി ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ എന്ന പ്രശ്നം ഈ വിധി അവശേഷിപ്പിക്കുന്നു എന്നത് ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. തീർച്ചയായും അവിടെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു കാര്യങ്ങൾ നോക്കുമ്പോൾ, കാരണം ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് മുതിർന്ന അഭിഭാഷകർ പോലും ഇക്കാര്യത്തിൽ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുന്നു. കാരണം അത് വരാൻ പോകുന്ന, അടയാളപ്പെടുത്താൻ പോകുന്ന എല്ലാ സാഹചര്യം, സ്റ്റേറ്റുകളിലടക്കമുള്ള കേസുകളിലൊക്കെ തന്നെ ഭാവി സംബന്ധിച്ചുള്ള ഒരു ആശങ്കയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 2 കേസുകളുടെ കാര്യത്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ അപഗ്രഥനത്തിലേക്ക് മാത്രം പോയതേ ഉള്ളൂ, അല്ലെങ്കിൽ പോകാനേ സാധിച്ചുള്ളൂ. ഒരു സ്റ്റേറ്റിന്റെ നയപരമായ അല്ലെങ്കിൽ ആ അധികാരത്തിന്റെ പരിധിയിലേക്ക് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ കഴിയാതെ പോയതാണോ സുപ്രീം കോടതി? അതൊക്കെ ഇനി വിശദാംശങ്ങൾ വരേണ്ടതേ ഉള്ളൂ. ആകെ നമ്മൾ നോക്കുമ്പോൾ കൂടി ഇക്കാര്യം ഒരു സ്റ്റേറ്റിന്റെ ഈ നയപരമായ ആ അധികാര പരിധി അതിലേക്ക് കടക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പുനഃപരിശോധനയുടെ കൂടി ഒരു വിശാലമായ അർത്ഥം തുറക്കില്ലേ? കാരണം പല സ്റ്റേറ്റുകളിലെയും പല കേസുകൾക്കും ഒരു പുനഃപരിശോധന തരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിലേക്ക് വരുന്ന ആളുകളിൽ എത്തപ്പെട്ടേക്കാം. അഭിഭാഷകരൊക്കെ ആ തരത്തിലേക്ക് ഒരുപക്ഷെ കേസുകളെ കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വിധിയെ വിശകലനം ചെയ്യുമ്പോൾ ഒരു ശരിയില്ലായ്മ അല്ലെങ്കിൽ അപകടകരമായ ഒരു സൂചന കൂടി ഇക്കാര്യത്തിലില്ലേ? നിഴലിക്കുന്നുണ്ടോ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു? അല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി തന്നെയാണ് കാര്യങ്ങൾ. ഇവിടെ ദില്ലിയിൽ നിന്നുള്ള ലേഖകൻ റിപ്പോർട്ട് ചെയ്തതുപോലെയാണെങ്കിൽ നയപരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദില്ലി വൃത്തങ്ങളിൽ ധാരാളം അഭിഭാഷകർ ഇക്കാര്യത്തിൽ അത്ഭുതം കൂറിയെന്നും താങ്കൾ പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ നയപരമായ വശം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കേസിൻ്റെ പരിഗണനയുമായി ഇപ്പോൾ കോടതിയിലേക്ക് പോയിരുന്ന സെൻകുമാർ, അദ്ദേഹം DGP ആയിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ നിലനിർത്തി ഭരിച്ചിട്ടുണ്ടോ എന്നും ആലോചിക്കാവുന്നതാണ്. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. DGP സെൻകുമാർ ഇരിക്കുമ്പോഴാണ് പുറ്റിങ്ങൽ അപകടമുണ്ടായത്. അതേ സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ജേക്കബ് തോമസിൻ്റെ, ശ്രീ ജീവൻ പറഞ്ഞ ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അപമാനിതനായി പറഞ്ഞയക്കുന്ന സമയത്ത്, വിജിലൻസ് എന്ന് പറഞ്ഞയക്കുന്ന സമയത്ത് ഏതുതരം നിലപാടാണ് TP സെൻകുമാർ എടുത്തത്? അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ളവർക്ക് ഈ നീതി നൽകാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് പോലീസ് നിയമം അദ്ദേഹം പറയുകയും ചെയ്തു. എപ്പോഴും പോകണം, മാറ്റാൻ യോഗ്യമായിരിക്കുന്ന അവസ്ഥയാണ് സർക്കാരിനുള്ളത്, അതിൻ്റെ അവകാശം സർക്കാരിനുണ്ട് എന്ന് പറയുന്ന പോലീസ് നിയമം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പഠിപ്പിച്ചു അല്ലേ? ഫേസ്ബുക്കിലൂടെ ജേക്കബ് തോമസിനെ പഠിപ്പിക്കുക കൂടി ചെയ്ത മഹാനല്ലേ TP സെൻകുമാർ? എന്ന് പറഞ്ഞാൽ TP സെൻകുമാർ അദ്ദേഹം തനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് ഈ കാര്യങ്ങൾ, തനിക്ക് അവകാശപ്പെട്ടത് എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ തന്നെ ജൂനിയേഴ്സായ IPS ഉദ്യോഗസ്ഥന്മാർക്ക് അവകാശപ്പെട്ടതല്ല എന്ന് കൂടി അപ്പോൾ പറയുകയുണ്ടായല്ലോ. ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നുവല്ലോ അദ്ദേഹം. ഈ ഉദ്യോഗസ്ഥന് വേണ്ടിയല്ലേ ഇപ്പോൾ പല ഗൗരവതരമായ മുൻധാരണകളും അല്ലെങ്കിൽ മുൻ തീരുമാനങ്ങളെയും മറികടന്നുകൊണ്ട് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന തീരുമാനം? ഒരു ലളിതമായ യുക്തി പ്രയോഗിച്ചാൽ ഇത് വെച്ച് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കരസേനാ മേധാവിയെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി പോവുകയില്ലേ? അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു. എന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, നരേന്ദ്രമോദി 2 പേരുടെ സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് കരസേനാ മേധാവിയായി ആളെ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെ കോടതിയിൽ പോയാൽ എപ്രകാരമാണ് ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക
എന്ന കാര്യവും നമുക്ക് പരിശോധിക്കേണ്ടി വരും. മടങ്ങിയത് ജീവൻ കുമാറിലേക്ക്. ജീവൻ, ഇത് ശ്രീ വാസുദേവ ബാബു സൂചിപ്പിച്ചതുപോലെ അപകടകരമായ തലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തൊക്കെ വാദഗതികളാണ് ഒരു പക്ഷേ അവിടെ നിരത്തിയത്? കാരണം ഹൈക്കോടതി അംഗീകരിച്ച വാദഗതികൾ, ട്രിബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളിയ ഹർജി തള്ളുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു വിധി ഇങ്ങനെ വന്നു എന്ന് നമ്മൾ ഒരു വിശകലനം ചെയ്യേണ്ട ഒരു സാഹചര്യം പ്രത്യേകം വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടോ? തീർച്ചയായും വിശകലനത്തിനും വിലയിരുത്തലിനുമെല്ലാം വളരെ വളരെ വലിയ സാധ്യതകളുള്ളൊരു വിധി തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരിക്കൽ പോലും സുപ്രീം കോടതി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിലേക്ക് കടന്നുകയറ്റം ഈ രൂപത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നതുകൂടി ഒരുപക്ഷെ നിയമവ്യാഖ്യാനങ്ങൾ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. രണ്ട്, ആദ്യം DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ സെൻകുമാർ പോയത് നേരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ്. അദ്ദേഹം അവിടെ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞ പ്രാഥമികമായ കാര്യങ്ങൾ, അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും പറയാത്ത പുതിയൊരു വാദം ദുഷ്യന്ത് ദവെ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ, സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. ഒന്ന്, സംസ്ഥാന സർക്കാർ തന്നോട് രാഷ്ട്രീയമായി പകപോക്കുകയാണ്. ഒരുപക്ഷെ അവിടെയാണ് പ്രജീഷ് ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കാൻ സാധ്യതയുള്ളത്. സുപ്രീം എങ്ങനെയാണ് തന്നോട് മുൻപ്, അതായത് കതിരൂർ മനോജിൻ്റെ കേസിൽ ഒപ്പം മറ്റ് ചില CPM നേതാക്കന്മാരെ താൻ പ്രതിയാക്കിയതാണ് തനിക്കെതിരായി രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി തന്നെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നൊരു പുതിയ വാദം, താഴത്തെ കോടതികളിൽ എവിടെയും ഉന്നയിക്കാത്തൊരു വാദം പുതിയതായി സുപ്രീം കോടതിയിൽ അദ്ദേഹം ഉന്നയിച്ചു. അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് സെൻകുമാർ ചില പുതിയ ആളുകളുടെ കൂടെ കൂടിയിരിക്കുകയാണ് എന്ന തരത്തിൽ ചില വ്യാഖ്യാനങ്ങളും മുഖ്യമന്ത്രിക്ക് പറയേണ്ടതായി വന്നത്. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ വിധി ബാധകമായിരിക്കുന്നതോടുകൂടി ഏതെങ്കിലും ഒരു വകുപ്പ് മേധാവിക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ചില പരിമിതികൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ മാറ്റിയാൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ സമീപിച്ചുകൊണ്ട് സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ 2 വർഷത്തെ ടെന്യൂർ തനിക്ക് കണ്ടിന്യൂ ചെയ്ത് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന് ഇനി പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ ഇതിൻ്റെ തീർച്ചയായും ഈ കേസ് എന്തായാലും ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തീർച്ചയായും മടങ്ങിയെത്താൻ ഒരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ വാസുദേവ ബാബു, അവസാനമായി, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുമ്പോൾ ഏതെങ്കിലും സർക്കാരിന് അവമതിപ്പുണ്ടാവുന്ന ഘട്ടത്തിൽ മാറ്റുമ്പോൾ അവിടെ 97 ആക്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നതിൽ അതാണ് ഒരുപക്ഷെ അതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് സമീപിക്കുന്നത് സെൻകുമാർ. ഒപ്പം തന്നെ 2006 പ്രകാശ് സിംഗ് കേസിൽ തുടർച്ചയായി 2 വർഷം ഒരു DGP സ്ഥാനത്തേക്ക് ഒരാളെ ഇരിക്കണം, അല്ലെങ്കിൽ മാറ്റാൻ കഴിയില്ല എന്നുകൂടി, അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കൂടി ഉണ്ടാകണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 കേസുകൾ അതിന് തക്കതായ ഒരു കാരണത്തിലേക്ക് പോയില്ല എന്ന് സമർത്ഥിക്കുന്നതിൽ അതൊരു വിശകലനത്തിന് വിധേയമാക്കിയാൽ? അല്ല, അത് വേണമെങ്കിൽ വാദിക്കുന്ന സമയത്ത് നയപരമായ സർക്കാരിൻ്റെ അവകാശങ്ങൾ അത് വിശദീകരിക്കാൻ ഒരുപക്ഷെ സർക്കാർ ഭാഗം വിശദീകരിക്കുന്ന വക്കീലിന് കഴിയാതെ പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇതൊക്കെ അനുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. മറിച്ച് എനിക്ക് അറിയാവുന്നതുപോലെയാണെങ്കിൽ ഈ സുപ്രീം കോടതി വിധിക്ക് എതിരെ തന്നെ ചില റിവിഷൻ പെറ്റീഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്, സർക്കാരിന് കൊടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. ജഡ്ജിൻ്റെ ചേംബറിൽ മാത്രം പരിശോധിക്കപ്പെടുന്ന റിവിഷൻ ഹർജിയാണത്. വലിയ അർത്ഥമൊന്നും അതിനില്ല. എങ്കിലും ഒരു തെറ്റായ കീഴ്വഴക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്ന നിലയ്ക്ക് അങ്ങനെ വരുന്ന പക്ഷം ജീവൻ പറഞ്ഞതുമാതിരി ഒരുപക്ഷെ അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടി കേൾക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെൻറ്റിനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയി ഏതായാലും അദ്ദേഹം DGP ആയി, അതും പ്രധാനപ്പെട്ട DGP ആയി തിരിച്ചു വന്ന് എവിടെ നിന്നാണോ അദ്ദേഹം പോയത് അവിടേക്ക് ചാർജ് എടുക്കണം. അങ്ങനെ ചാർജ് എടുക്കാനായി വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹം പോയി അതിന് വിധേയമായി നിൽക്കേണ്ടി വരും. നമുക്കറിയാം ഏത് മുഖ്യമന്ത്രിക്കെതിരായാണോ അദ്ദേഹം ചാർജ് ഷീറ്റ് നൽകിയത് കോടതിയിൽ, അതേ മുഖ്യമന്ത്രിയെ തന്നെ സല്യൂട്ട് ചെയ്ത് അങ്ങേയറ്റം ആഭാസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ആശ്ചര്യമല്ലത്. കാര്യം അതിനകത്തൊരു ഇൻഡിഗ്നേഷൻ ഉണ്ട് അതിനകത്ത്. അതത്ര എളുപ്പം കഴിയുന്നൊരു കാര്യമല്ല നിയമങ്ങൾക്കപ്പുറത്ത്. അതൊക്കെ ഒരുതരം ഗതികേടിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമാണ്. ഇതൊക്കെ എന്തിനാണ് ആകെ ചെയ്യുന്നത്? ഈ മെയ് 30 വരെ ഇരിക്കുന്നത്, ഈ ജൂൺ 30 വരെ ഇരിക്കുന്നതിന്. ആ സമയത്ത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയാണ്, DGPയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? അദ്ദേഹം എവിടെയൊക്കെയോ പരിത്യക്തമായ ഒരു അനുഭവത്തിലേക്ക് DGP ഓഫീസിനകത്ത്
സഞ്ചരിക്കാൻ നിർബന്ധിതമാകും. ഇതൊക്കെ ഒരു രാജിയിലൂടെ അദ്ദേഹം ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ സെൻകുമാർ ആ അവസ്ഥയൊക്കെ വിജയിയായിട്ട് അതിജീവിച്ചെന്ന് കരുതുക. വേറൊരു കുഴപ്പം കൂടിയുണ്ടല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി 28 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഇത് ബാധകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കരസേനാ മേധാവിയെ നിയോഗിക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ബാധകമാകുന്ന സമയത്ത് ഇത് എത്രത്തോളം നിലനിൽക്കും? ഒരു കാര്യം മദ്യവുമായി ബന്ധിപ്പിച്ച് ഈ അടുത്ത കാലത്ത് വന്നൊരു വിധിന്യായം സുപ്രീം കോടതി വന്നതാണല്ലോ. 500 മീറ്റർ അതിനകത്ത് സാധ്യമല്ല, മാറ്റണമോ വേണ്ടയോ തീരുമാനിക്കുന്ന നിയമം നിർമ്മിക്കാൻ വേണമെങ്കിൽ ആ സുപ്രീം കോടതിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം, കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാം, നിയമം ഉണ്ടാക്കൂ നിങ്ങൾ. അങ്ങനെ നിയമം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം നിയമം തന്നെ സുപ്രീം കോടതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമായിരിക്കുന്നു. ഫലം എന്തായിരുന്നു? അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതി മാറിയപ്പോൾ അത് നടപ്പാക്കേണ്ട സർക്കാരുകൾ അതിന് ലൂപ്പ് ഹോൾ കണ്ടെത്തി. എങ്ങനെ നാഷണൽ ഹൈവേ ജില്ലാ ഹൈവേ ആയി, എന്തിന് ഒരു മുനിസിപ്പാലിറ്റി ഹൈവേ ആയി പോലും അതിനെ ശരി ഡിസൈൻ ചെയ്തുകൊണ്ട് ആ നിയമത്തിന് രക്ഷപ്പെടാൻ നോക്കി സർക്കാർ. ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിനെ വേണ്ടും വണ്ണം ആ പ്രശ്ന പരിഹാരവുമായി ബന്ധിപ്പിച്ച് സമീപിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ്. അതുപോലെ എന്തായാലും ഇതും ഒരു ഭരണഘടനാ ബെഞ്ചിലേക്കൊക്കെ പോയേക്കാവുന്ന നിയമചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും.